സ്ഥാനാർത്ഥികൾ അറിയാൻ നമ്മൾ ഡൽഹിയിലേക്ക് നോക്കി. ഇനി അടുത്ത ഘട്ടത്തിലും ഡൽഹിയിലേക്ക് നോക്കേണ്ടി വരും. മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 മന്ത്രിമാർ കോൺഗ്രസിൽ നിന്ന് ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്പീക്കർ സ്ഥാനവും കോൺഗ്രസിന് കിട്ടാൻ തന്നെയാണ് സാധ്യത. സുപ്രധാനമായ ചില വകുപ്പുകളുടെ വച്ചുമാറ്റവും UDF-ൽ ചർച്ചയാകും. പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുത്തേക്കും. അപ്പോൾ നമുക്ക് ബാലഗോപാൽ ഉണ്ട് വിശദ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ദില്ലിയിൽ നിന്നും. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. ഈ കേരളത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ആരൊക്കെ മന്ത്രിയാകും, ആർക്കൊക്കെ ഏതൊക്കെ വകുപ്പ് കിട്ടും തുടങ്ങിയ കാര്യങ്ങളാണ്. ഇക്കാര്യത്തിൽ ഏതായാലും AICC തന്നെയാണ് ഒരു തീരുമാനമൊക്കെ ഉണ്ടായി വരേണ്ടത്. AICCയുടെ നേതൃത്വത്തിലായിരിക്കുമല്ലോ. മോദി, ഗുഡ് മോർണിംഗ്. ദിവിഷ്, ഗുഡ് മോർണിംഗ്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡൽഹിയിൽ ഇതിനോടകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട അനൗപചാരികമായ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വത്തിന് ഈ ചരിത്ര വിജയം ലഭിച്ച സാഹചര്യത്തിൽ ഈ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച് കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി ആഗ്രഹമില്ല. അതുകൊണ്ട് തന്നെ ഘടകകക്ഷി നേതാക്കളുമായി ഇന്നലെ തന്നെ ഈ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട അനൗപചാരികമായ ചർച്ചകൾ തുടങ്ങിയിരുന്നു. നേരത്തെ അമൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് തിരുവനന്തപുരത്ത് PJ ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തുന്നുണ്ട്. മലപ്പുറത്ത് നിന്ന് പ്രധാനപ്പെട്ട ലീഗ് നേതാക്കളൊക്കെ ഉണ്ട്. ഈ മുഖ്യമന്ത്രിക്ക് പുറമെ മന്ത്രിമാരെ സംബന്ധിച്ച്, മന്ത്രിമാരുടെ എണ്ണം സംബന്ധിച്ചുമൊക്കെയുള്ള ചർച്ചകൾ ഈ UDF-ൽ വളരെ സജീവമായി തന്നെ ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ഫോർമുലയുടെ അടിസ്ഥാനത്തിൽ ഇത്തവണ മന്ത്രിസഭാ രൂപീകരണത്തിനെ സംബന്ധിച്ച് ആലോചിക്കുന്നു എന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ എന്നോട് ഇന്ന് രാവിലെ സംസാരിക്കുമ്പോൾ പറഞ്ഞത്. അതായത് 5 MLA-മാർക്ക് ഒരു മന്ത്രി എന്ന തരത്തിലുള്ള ഒരു ഫോർമുല, ആ ഫോർമുലയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ചർച്ചകൾ ആരംഭിക്കുക. അങ്ങനെ വരികയാണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 മന്ത്രിസ്ഥാനവും അതുപോലെ തന്നെ സ്പീക്കർ സ്ഥാനവും കോൺഗ്രസിന് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് നേരത്തെ അറിയാം, ഈ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്ത് ഏറ്റവും അധികം വിവാദമായിരുന്നതാണ് ലീഗിൻ്റെ 5ാം മന്ത്രി പദവി വിവാദം. ആ വിവാദം ഇത്തവണ ഉണ്ടാകാതിരിക്കണമെന്നൊരാഗ്രഹം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷേ ലീഗ് 5ാമതൊരു മന്ത്രിസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ, 4 മന്ത്രിസ്ഥാനം ഉറപ്പാണ്, 5ാമതൊരു മന്ത്രിസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അതിനെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നതിനെ സംബന്ധിച്ചും ഈ കോൺഗ്രസിൻ്റെ ഉള്ളിൽ ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ലീഗിന് ഈ മന്ത്രിസ്ഥാനം നൽകുന്നതിന് പകരം ഒരു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകി ലീഗിനെ അനുനയിപ്പിക്കുക അല്ലെങ്കിൽ ലീഗിനെ ഒപ്പം നിർത്തുക എന്ന ഒരു നിലപാടായിരിക്കും സ്വീകരിക്കുക. കാരണം കേരളത്തിലെ മാറി വരുന്ന സാമൂഹ്യ സാഹചര്യത്തിൽ ലീഗും ആ കാര്യം ഉൾക്കൊള്ളുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. മറ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം RSP, അതുപോലെ തന്നെ കേരള കോൺഗ്രസ്, ജോസഫ് തുടങ്ങിയ വിഭാഗങ്ങൾക്കൊക്കെ, ഈ ജേക്കബ് തുടങ്ങിയ വിഭാഗങ്ങൾക്കൊക്കെ ഓരോ മന്ത്രിസ്ഥാനം നൽകുവാനും ഏതാണ്ട് തത്വത്തിൽ ധാരണയായിട്ടുണ്ട്. ഒരുപക്ഷെ ജോസഫ് വിഭാഗത്തിന് ചീഫ് വിപ്പ് പദവി കൂടി കോൺഗ്രസ് നൽകിയേക്കുവാനുള്ള സാധ്യതയാണ് ഉള്ളത്. ചെറിയ ഘടകകക്ഷികളെയും അതുപോലെ തന്നെ സ്വതന്ത്രരെയൊക്കെ സംബന്ധിച്ച് പലരും അവരുടെ ക്ലെയിം മുന്നോട്ട് വയ്ക്കും. അങ്ങനെ വയ്ക്കുകയാണെങ്കിൽ ഈ മന്ത്രിസ്ഥാനത്തിന് ടേം വയ്ക്കുന്നതിനെ സംബന്ധിച്ചുള്ള, കാരണം കഴിഞ്ഞ തവണ LDF അത്തരത്തിലൊരു ടേം വ്യവസ്ഥ ഏർപ്പെടുത്തിയിരുന്നു. ആ വ്യവസ്ഥയെ സംബന്ധിച്ചുള്ള കാര്യത്തിലും ചർച്ച നടക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തവണ കോൺഗ്രസ് വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കുവാൻ വേണ്ടി ആലോചിക്കുന്നു എന്നതാണ്. കാരണം ഈ ലീഗായിരുന്നു ഈ സാധാരണഗതിയിൽ പരമ്പരാഗതമായി UDF അധികാരത്തിൽ വരുമ്പോഴൊക്കെ വിദ്യാഭ്യാസ വകുപ്പ് ലീഗിനായിരുന്നു നൽകിയിരുന്നത്. പക്ഷേ ഇത്തവണ കോൺഗ്രസ് വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കുന്നതിനെ കുറിച്ച് സജീവമായി ആലോചിക്കുന്നു എന്നതാണ്. കാരണം ബാലഗോപാൽ, ഏതായാലും അത്തരത്തിലൊരു ആലോചനയൊക്കെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്.